പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് പല പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണല്ലോ അല്ലേ. ഭക്ഷണത്തിനോടായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ ഫ്രൂട്ട്സ് വെക്കുന്ന ബാസ്ക്കറ്റൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഉള്ളതിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം കൊണ്ടുവന്നിട്ടുള്ള ഡേറ്റ്സ് നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നുകൊണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കണം. നമ്മൾ ഉണ്ടല്ലോ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കണേലും നല്ലത് ആരോഗ്യ ഗുണങ്ങളുള്ള ഫുഡ് കുറച്ചാണെങ്കിലും അത് ഇങ്ങനെ ഇടവിട്ട് കഴിക്കുന്നതായിരിക്കട്ടെ നല്ലത്. അരിഭക്ഷണം ഒരുപാട് കഴിക്കുന്നത് ഈ ഒരു ടൈമിൽ അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത്. 8 മാസമൊക്കെ ആയിപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരിഭക്ഷണമൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തടി കൂടാനോ നമുക്ക് ഡെലിവറി കുറച്ച് ബുദ്ധിമുട്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് നോക്കും.